ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മസന്യാസ യോഗ ശ്ലോകങ്ങൾ തുടരുന്നു. ശ്ലോകം 33 മുതൽ ഇവിടെ കേട്ടു തുടങ്ങാം. ആദ്യം സംസ്കൃതത്തിൽ ശ്ലോകപാരായണവും തുടർന്ന് അതിന്റെ മലയാള പരിഭാഷയും ശ്രവിക്കാം. ശ്രദ്ധയോടെ ഭക്തിപൂർവം കേട്ടുകൊള്ളുക. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ ശത്രുനാശക, ദ്രവ്യമയമായ യജ്ഞത്തെക്കാളും ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠം. ഹേ പാർത്ഥ, എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. സത്യം കണ്ടറിഞ്ഞ ജ്ഞാനികൾ നിനക്കു ജ്ഞാനം ഉപദേശിച്ചു തരും. അത് നീ നമസ്കാരം കൊണ്ടും ചോദ്യം കൊണ്ടും സേവ കൊണ്ടും ഗ്രഹിക്കുക. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. ഹേ പാണ്ഡവ, അതറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഭ്രമം നിനക്കുണ്ടാവില്ല. ഇതുമൂലം ഭൂതങ്ങളെയെല്ലാം തന്നിലും പിന്നെ എന്നിലും നീ കാണും. അപി ചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. നീ എല്ലാ പാപികളിലും വെച്ച് ഏറ്റവും വലിയ മഹാപാപിയാണെങ്കിൽ പോലും ജ്ഞാനമാകുന്ന തോണികൊണ്ടു എല്ലാ പാപസമുദ്രങ്ങളെയും നീ കടക്കുക തന്നെ ചെയ്യും. യഥൈധംസി സമിദ്ധോഗ്നിഃ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അർജുന, കത്തിയെരിയുന്ന അഗ്നി എങ്ങനെയാണോ എല്ലാ വിറകിനെയും ഭസ്മമാക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും നശിപ്പിക്കും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ഈ ലോകത്തിൽ ജ്ഞാനം പോലെ പവിത്രമായി ഒന്നും തന്നെയില്ല തന്നെ. യോഗം കൊണ്ടു സിദ്ധനായവൻ ഈ ജ്ഞാനം കാലക്രമത്തിൽ തനിയെ നേടുന്നു. യഥാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അതിരേണാധിഗച്ഛതി. ജ്ഞാനത്തിൽ തന്നെ മനസ്സൂന്നിയവനും ജിതേന്ദ്രിയനും ശ്രദ്ധയുള്ളവനുമായ ആൾ ജ്ഞാനം നേടുന്നു. ജ്ഞാനം നേടിയാൽ പരമമായ ശാന്തിയെ ഉടൻ പ്രാപിക്കുന്നു. അജ്ഞശ്ചാശ്രദ്ധധാനസ്യ സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയിക്കുന്നവനുമായ ആൾ നശിക്കുന്നു. സംശയിക്കുന്നവന് ഈ ലോകവും പരലോകവും സുഖവും ഇല്ല. യോഗസന്ന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ധനഞ്ജയ, യോഗത്താൽ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയങ്ങൾ നിശേഷം തീരുന്നവനും ആത്മനിഷ്ഠനുമായവനെ കർമ്മങ്ങൾ ഒരുവിധത്തിലും ബന്ധിക്കുന്നില്ല. തസ്മാദജ്ഞാനസംഭൂതം ഹൃത്തം ജ്ഞാനാദിനാത്മനഃ ചിത്വൈനം സംശയം യോഗം
ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. ഹേ ഭാരത, അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് ഉണ്ടായതും മനസ്സിലുള്ളതുമായ നിന്റെ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ടു. യോഗത്തെ അനുഷ്ഠിക്കുക, എഴുന്നേൽക്കുക. ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മസന്യാസ യോഗ ശ്ലോകങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അധ്യായം 5 സന്യാസയോഗ വീഡിയോകൾ തുടരും.